നമ്മൾ സാധാരണ ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് ഇതെന്തോ ഒരു കരിയർ ഗൈഡൻസ് ടൂളാണെന്ന്. അല്ല, എന്താണ് ഈ വിഷൻ ബോർഡോ അതെന്താണ്? അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ആൾക്കും അധികം ആളുകൾക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ്. വിജയം എന്ന് പറയുമ്പോൾ പലരും ചോദിക്കും എന്താണ് ഈ വിജയം. അപ്പൊ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും, സന്തോഷം, ഹാപ്പിനെസ് ആയിട്ടുണ്ടാവുക, സന്തോഷമായിട്ടുണ്ടാവുക എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ 2 ദിവസം ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലായിരുന്നു. മറ്റൊരാൾ അദ്ദേഹത്തിന്റെ പ്രോഗ്രാം പങ്കെടുക്കുക. അപ്പൊ അവിടെ കുറെ പേരുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു എന്താ വിഷൻ ബോർഡ്, അല്ലെ എന്താ നിങ്ങൾ ചെയ്യണമെന്ന് ചോദിച്ചു. സന്തോഷമായിട്ടിരിക്കാനായിട്ടുള്ള ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു ഉപകരണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുവോ? ചോദ്യം കേട്ടിട്ടില്ല. അതെ, നിങ്ങളിപ്പോ ചിരിക്കുന്നത്, ഇപ്പൊ എലിസയ്ക്ക് നല്ല ചിരിയാണ്, എല്ലാ വീഡിയോസിലും നല്ല ഹാപ്പി ആയിട്ടായിരിക്കുന്നത്. എപ്പോഴും ഇങ്ങനെ തന്നെയാണോ എന്ന് ആൾക്ക് സംശയമുണ്ട്. പക്ഷെ എനിക്ക് എലിസയെ അറിയാം. എലിസ വീട്ടിൽ വന്നാലും പുറത്തു പോയാലും ആ റിയൽ ആയിട്ടുള്ള ഹാപ്പിനെസ് എടുക്കും. അപ്പൊ എല്ലാവരുടെ സംശയമാണ് അത്. അപ്പൊ എന്താണ് ഹാപ്പിനെസ്? സന്തോഷമായിട്ടിരിക്കാനായിട്ട് എങ്ങനെ വിഷൻ ബോർഡ് സഹായിക്കും? അതിൽ 5 കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം നോളേജ് ഉണ്ടാവുക എന്നാണ്. എനിക്ക് സന്തോഷമായിട്ടിരിക്കാനായിട്ട് എനിക്ക് അറിവുണ്ടാവും. ഇപ്പം ഞാൻ ഇപ്പോൾ എലീസയോട് സംസാരിക്കുമ്പോൾ ഞാൻ സന്തോഷത്തിലാണ് സംസാരിക്കണം. ആ വിഷയത്തെക്കുറിച്ച് എനിക്കറിയാം. പക്ഷെ അതെൻ്റെ ജീവിതത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളാണ് എനിക്കുള്ള നോളേജ്. ഇപ്പം സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നതിന് എനിക്ക് എൻ്റെ അഭിരുചിയുണ്ട്. എൻ്റെ അഭിരുചിക്കും അഭിനിവേശത്തിനും പാഷനും ചേർന്നൊരു പ്രൊഫഷനാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ആ നോളജ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര സന്തോഷമായിട്ട് സംസാരിക്കുന്നത്. ഇപ്പൊ എലിസയ്ക്ക് ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഇത് ഒരു വ്ളോഗർ എന്നുള്ള രീതിയിൽ എന്താ ഹാപ്പി അല്ലേ? നിങ്ങളുടെ എല്ലാ വീഡിയോസും ശ്രദ്ധിച്ചാലും വളരെ എനർജറ്റിക് ആയിട്ടാണ് പറഞ്ഞത്. അപ്പൊ അതാണ് അറിവ്. എനിക്ക് എൻ്റെ ഉള്ളിലുള്ള കഴിവിനെ കണ്ടെത്തി അതിനനുസൃതമായിട്ടുള്ള ഒരു കരിയർ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ വിജയിച്ചു ഹാപ്പി ആയിരിക്കും. അത് കണ്ടുപിടിക്കാൻ ഇന്ന് പലർക്കും അറിയാതെ പോകുന്നുണ്ട്. നമ്മളെ സമൂഹത്തിന്റെ അല്ലെ സൊസൈറ്റിയുടെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അല്ലെ വീട്ടിൽ നിന്ന് പാരന്റ്സിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മളുടെ യഥാർത്ഥ ഇഷ്ടത്തിലേക്കാണോ പോകുന്നത് എന്നുള്ള ഒരു ഇത് വരും പലപ്പോഴും. നമ്മളിപ്പോ പരിശീലനത്തിന് പോകുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളുടെ വീടിനടുത്തുള്ള 10 കുടുംബങ്ങളെ എടുക്കാൻ പറയും, അതിൽ എത്ര കുടുംബങ്ങൾ ഹാപ്പിയാണെന്ന് ചോദിക്കും. ആൻസർ എന്തായിരിക്കും? നോർമൽ കേസിൽ ആരുമില്ല, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേര് കാണുമായിരിക്കും എന്നാ പറയാം. അപ്പൊ എവിടെയാണ് ഈ പ്രശ്നം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ഹാപ്പി അല്ല എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കുട്ടികളോടും ചോദിക്കും. അവരും പറഞ്ഞ ഇതാണ്, ഞങ്ങളുടെ പേരൻസ് അല്ലെങ്കിൽ ഞങ്ങൾ ഓക്കെ അവിടെയാണ്, അടുത്ത ചെറിയ വഴക്കുകളൊക്കെ ഉണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ അവർ സന്തോഷമല്ല. അപ്പൊ അവർക്ക് എന്താണ് കാരണം എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടല്ല അവര് പലപ്പോഴും, എല്ലാവരും അല്ല കേട്ടോ, ജോലി ചെയ്യുന്നത്. അപ്പൊ അതാണ് നോളേജ് പോർഷൻ. ഓരോ ആളുകളും അറിയണം. അപ്പൊ ചിലരിപ്പോ പറയും ഞങ്ങൾക്ക് അങ്ങനെ ഒരു സാധ്യത ഉണ്ടായില്ല, ജോലി കിട്ടി ചെയ്തു, അതിന് പാഷൻ ഉണ്ടല്ലോ, നമുക്കൊരു അഭിനിവേശം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഹോബി ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇതിനോട് ചേർത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ. അപ്പൊ അതാണ് നോളേജ് പോർഷൻ ഒന്നാമത്തത്. രണ്ടാമത്തത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്, മനോഭാവം. അത് മാറുന്നതോടുകൂടി നമുക്ക് വ്യത്യാസം വരുത്താം. ടു ചേഞ്ച് എവറിഥിങ് സിംപ്ലി ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. എറിക്കിന്റെ വേർഡ്സ് ആണ്. അദ്ദേഹം പറയുന്നു, നമ്മൾ എന്തിനേയും മാറ്റാം, നമ്മുടെ ആ മനോഭാവം ഒന്ന് മാറ്റിയാൽ മതി. ഏത് പ്രായത്തിലുള്ള ആളുടെ ആണെങ്കിലും മനോഭാവം നമുക്ക് മാറ്റാൻ പറ്റും. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട. വളരെ ഭംഗി. ഇപ്പൊ കുട്ടികളുടെ ആണെങ്കിലും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, അവർക്ക് അറ്റൻഷൻ കിട്ടണം, അല്ലെങ്കിൽ അവർക്ക് ഭാവിയെ കുറിച്ച് വിഷ്വലൈസ് ചെയ്യാൻ കഴിയണം. അതിന് അവരുടെ മനോഭാവം കറക്റ്റ് ആവണ്ടേ? അത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നോക്കിയിട്ട് അവരുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് ആപ്റ്റിറ്റ്യൂഡിനോടൊപ്പം ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കും. അപ്പൊ ഈ ആറ്റിറ്റ്യൂഡാണ് രണ്ടാമത്തെ കാര്യം. മനോഭാവം മാറിയാൽ എല്ലാം മാറ്റാം. അത് നമ്മുടെയാണ് മാറണ്ടേ, മറ്റാളെ മാറ്റാൻ ശ്രമിക്കരുത്. അതെ, എന്റെ മോന്റെ മനോഭാവം മാറ്റാൻ അങ്ങനെയല്ല, ആദ്യം നമ്മൾ മാറണം, ദെൻ അവരും ഓട്ടോമാറ്റിക്കലി മാറും. അതാണ് രണ്ടാമത്തെ ഈ വിഷൻ ബോർഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഫലവത്താകുന്ന അല്ലെങ്കിൽ സന്തോഷം കൊണ്ടുതരുന്ന വിജയത്തിലേക്ക് പോകുന്ന കാര്യത്തിൽ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം. ക്ലിയർ? മൂന്നാമത്തത് സ്കില്ലാണ്. ഇപ്പോ എന്താണോ ഓരോ ആളുകളുടെയും കഴിവുകൾ, അത് കുട്ടികളുടെ ആയാലും മുതിർന്നവരുടെ ആയാലും, സ്കില്ല് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് ഡെവലപ്പ് ചെയ്യണം. ഇപ്പൊ ഞാനൊരു പരിശീലകൻ എന്നുള്ള രീതിയിൽ ആദ്യം ഞാനൊരു സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്നത് ഒരു തുടക്കക്കാരനായിരുന്നു, ഒരു ബിഗിനർ ആയിരുന്നു.
അതിനുശേഷം ഞാനൊരു ആവറേജ് പരിശീലകനായി. പിന്നെ എന്റെ പ്രൊഫഷനിൽ എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് വന്നു അല്ലെ. ആദ്യത്തെ വീഡിയോ കണ്ടിട്ടുണ്ടോ? വീഡിയോ കണ്ടിട്ടില്ല. അല്ല, സിവിത്ത് എൽസയുടെ ആദ്യത്തെ വീഡിയോ. അയ്യോ, അതെനിക്കിപ്പൊ കാണാൻ തോന്നൂല. അതെന്തായിരുന്നു? അത് അല്ല, തുടക്കം നമുക്ക് നമുക്ക് അറിഞ്ഞൂടാ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് അറിഞ്ഞൂടല്ലോ. ഇതിന് കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, പക്ഷെ എങ്കിലും എന്തൊക്കെയോ പ്രശ്നങ്ങൾ. എനിക്ക് എന്നെ സംബന്ധിച്ച് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ, അല്ലെങ്കിൽ ഇതൊന്നും ഇങ്ങനെ അല്ലടാ എന്ന് പറയൂലേ, ആ സംഭവം എനിക്ക് അറിഞ്ഞൂടായിരുന്നു. പോകെ പോകെ അത് പഠിച്ചു അതാണ് ഒന്നാമത്തെ ബിഗിനർ സ്റ്റേജ്. രണ്ടാമത്തെ നമ്മളൊരു ആവറേജ് ആയി, കുറച്ചുകൂടിയൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി. മൂന്നാമത് നമ്മൾ സ്കിൽഡ് ആയി. ഇപ്പൊ ആര് വന്നാലും എത്ര വലിയ VIP വന്നാലും ഇന്റർവ്യൂ ചെയ്യാൻ റെഡി അല്ലേ? എനിക്ക് ധൈര്യമായിട്ട് നമുക്ക് അവരോട് കാര്യങ്ങൾ സംസാരിക്കാം, മറ്റുള്ളവർക്ക് മനസ്സിലായി. ഞാൻ ഏറ്റവും കൂടുതൽ കമന്റ്സ് കാണുന്നത് സിവിത്ത് എൽസയിലൂടെ പോകുമ്പോ കമന്റ്സ് കാണുന്നത് അവതരിപ്പിക്കുന്ന രീതി സൂപ്പർ എന്ന് പറയും. അപ്പൊ ആവറേജ് കഴിഞ്ഞു, സ്കിൽഡ് ആയി നിങ്ങള്. പക്ഷെ ഇപ്പൊ എലിസ ചെയ്യുന്നത് സ്പെഷ്യലൈസ് ചെയ്തു അല്ലെ, കുറച്ചുകൂടി നല്ല കാര്യങ്ങൾ, മനുഷ്യർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതാണ് സ്പെഷ്യലൈസേഷൻ. അപ്പോൾ അടുത്ത സ്റ്റേജാണ് എക്സ്പെർട്ട് ആവുക എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ വെയിറ്റ് ചെയ്യാനായിട്ട് ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ വിഷൻ ബോർഡ് എക്സ്പെർട്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ ഭംഗിയായിട്ടാണ് വിഷൻ ബോർഡ് ചെയ്യിപ്പിക്കുന്നത്. ഞാൻ പറയുന്നു വളരെ സയന്റിഫിക് ആയിട്ട് ഞാൻ പറയാണ്. കാരണം അത് എനിക്കറിയാം. നിങ്ങളിപ്പോ മനസ്സിൽ എലീസ വിചാരിക്കുകയാണ് എനിക്ക് ഇങ്ങനെ ഒരു ആളാണ് ആകേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ അപ്പൊ ഇമേജ് വരും. കാരണം ഞാൻ 9 വർഷമായി. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കി തരാനായിട്ട് എന്നെ കൊണ്ട് കഴിയും. ക്ലിയർ ആയ? അതാണ് സ്പെഷ്യലൈസേഷൻ. ഇതുപോലെ ഓരോ മനുഷ്യന്മാർക്കും കഴിയണം. ഇപ്പൊ എൻ്റെ റെമ്യൂണറേഷൻ ഞാനാണ് ഡിസൈഡ് ചെയ്യണം, വേറൊരാളും പറയാൻ പറ്റില്ല. എനിക്ക് ഇത്ര പേയ്മെന്റ് വേണം ഒരു വർക്ക്ഷോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്കത് കിട്ടും. ഇതാണ് കാര്യം. അതുപോലെ നമ്മൾ ഈ സ്കില്ല് ഡെവലപ്പായി വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഈ വിഷൻ ബോർഡിലൂടെ നമ്മളത് തിരിച്ചറിഞ്ഞ് അതിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഏത് മേഖലയിലാണോ ആ മേഖലയിൽ ഇതുപോലെ നമുക്ക് ആവാൻ പറ്റും. ഏത് മേഖലയിലാണോ അത് കുട്ടികളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവരിഷ്ടപ്പെട്ട് ഇപ്പൊ തന്നെ അവരുടെ ഒരു അഭിരുചി അനുസരിച്ച് അവരുടെ കഴിവുകൾ എന്നതാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത് ഈ ചാർട്ട് വിഷൻ ബോർഡിൽ ഉണ്ടാക്കി വെച്ചാൽ നമുക്കൊരു വിഷൻ ബോർഡ് കാണിക്കാം. അപ്പോൾ ഒരു ഐഡിയ കിട്ടും. എന്താണ് വിഷൻ ബോർഡ്? അതെ, ഇതാണ് വിഷൻ ബോർഡ്. ഇതിൽ കണ്ടോ, ഇതിൽ ആ വ്യക്തമായിട്ടുള്ള ഇമേജുകൾ കാണാൻ കഴിയും. അവർ നടുക്കിരിക്കുന്ന ആളുടെ ഫോട്ടോയാണ്. അപ്പൊ കുട്ടികളുടെ ആകാം, മുതിർന്നവരുടെ ആകാം. അവരുടെ ഓരോ ലക്ഷ്യങ്ങളും കാര്യങ്ങളും എല്ലാം കഴിവുകളും എല്ലാം അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു വിഷൻ ബോർഡ് ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അതാണ് സ്കിൽ എന്ന് പറഞ്ഞ പോർഷൻ. മൂന്നാമത്തെ കാര്യം. നാലാമത്തെ പ്രോഗ്രാം ആ വിഷൻ ബോർഡിൽ നോക്കിയാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഹാബിച്വൽ ചേഞ്ചസ്. ശീലങ്ങൾ മാറാതെ ഒരാൾക്കും ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ല. അതാണ് നാലാമത്തെ കാര്യം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും മിഷൻ ബോർഡിൽ വെച്ചിട്ടുണ്ട്. ഇപ്പൊ അത് ഉണ്ടാക്കിയിരിക്കുന്ന ചാർട്ട് പേപ്പറിലാണ്, മനസ്സിലായല്ലോ അല്ലെ? അത്ര വലിപ്പം വേണം. പിന്നെ ആ ഒരു ഇമേജ് ഒട്ടിച്ചിരിക്കുന്നതിന് ഒരു പോർഷൻസ് ഉണ്ട്. വെറുതെ എവിടെയെങ്കിലും ഒക്കെ ഇമേജ് വെച്ചാൽ നിങ്ങൾ എലീസ് നേരത്തെ പറഞ്ഞാൽ സയന്റിഫിക് ആവില്ല. നമ്മുടെ കണ്ണൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് പോകുന്ന പൊസിഷൻസ് ഉണ്ട്. നേരെ നമ്മുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ഇതിലേക്ക് വരും. അത് കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് സ്ഥലങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടാണ് ആ വിഷൻ ബോർഡ് ഉണ്ടാക്കിയേക്കണേ. നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇമേജ് ഒട്ടിച്ചു വെച്ചു. ഇപ്പൊ പലരും എന്നോട് പറയും, ഞാൻ എനിക്ക് വിഷൻ ബോർഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രോഗ്രാമിലൊക്കെ വരുമ്പോ അറിയാലോ, അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ വിഷൻ ബോർഡ് ഉണ്ടാക്കി. കുറെ കാര്യങ്ങൾ നടന്നു, കുറെ കാര്യങ്ങൾ നടന്നില്ല. എവിടെയാണോ അത് ഫിക്സ് ചെയ്തത്, അതിനുള്ള പ്രാധാന്യം എവിടെയാണ്, അല്ല ഇമേജിന്റെ വലിപ്പം എത്രയാണ്, ഇതൊന്നും അറിയാതെ വെച്ചത് ഒക്കാവില്ല. പക്ഷെ അത് അറിഞ്ഞോ അറിയാതെയോ താഴെ എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ടുള്ളത് ചിലപ്പോ വർക്കാവും. അപ്പൊ ശീലങ്ങളെ കുറിച്ചിട്ടുള്ളത് ആ വിഷൻ ബോർഡിൽ വെച്ചിട്ടുണ്ട്. അത് മാറ്റം വരുന്നാനായിട്ട് കുട്ടികളിൽ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ വിഷൻ ബോർഡ് ചെയ്ത ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അവരുടെ ശീലങ്ങൾ മാറി. ഇപ്പൊ നമുക്ക് തന്നെ എക്സാമ്പിൾ പറയാം. വി ബെസ്റ്റ് എന്ന് 3 വർഷം തികഞ്ഞു, 4ാം വർഷത്തിലേക്ക് പോകുന്നു. ഈ തിരുവോണ നാളിൽ 4ാം വർഷത്തിലേക്ക് പോകും. തുടർച്ചയായിട്ട് 4 മണിക്ക് എഴുന്നേൽക്കുന്നവർ, യോഗയും മെഡിറ്റേഷനും പ്രാക്ടീസ് ചെയ്ത് നല്ല ചിന്തകളുമായിട്ട് ഓരോ പ്രഭാതങ്ങളെയും സ്വന്തമാക്കി ജീവിതം ശ്രേഷ്ഠമാക്കിയിരിക്കുന്നവരുടെ കൂട്ടായ്മയാണ്. അതുകൊണ്ടാണ് ഈ ആളുകളോടൊക്കെ എനിക്ക് ധൈര്യത്തിൽ പറയാൻ പറ്റണേ. സന്തോഷമായിട്ടിരിക്കുന്ന കുറെ ആളുകളെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റും. നമ്മുടെ മുമ്പിൽ ജീവിച്ചിരിക്കുവാണല്ലോ, എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ ഇതിങ്ങനെ കേൾക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോഴേ ചിലർ ഓർക്കുമല്ലോ, അയ്യോ അതിനകത്തൊന്ന് ജോയിൻ ചെയ്താൽ കൊള്ളാമല്ലോ എന്ന്. അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യണമെങ്കിൽ അതെന്താണ്, അവർ വിഷൻ ബോർഡ് ചെയ്യണം. ഇപ്പൊ കുട്ടികളുടെ ഉണ്ട്, മുതിർന്നവരുടെ ഉണ്ട്. മുതിർന്നവരുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പൊ 15 വയസ്സ് മുതൽ 79 വയസ്സ് വരെയുള്ള ആളുകളുണ്ട്. അവരവരുടെ ജീവിതത്തിൽ ഇനി
ഉള്ള കാലം എങ്ങനെ സന്തോഷമായിട്ട് കഴിയാം, അപ്പൊ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ അത് എഴുതിയുണ്ടാക്കി, സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളൊക്കെ എഴുതിയുണ്ടാക്കി അവർക്ക് ചെയ്ത് 21 ദിവസം പ്രാക്ടീസ് ചെയ്യണം. ബ്രെയിൻ നമ്മുടെ ബോധ മനസ്സിലേക്ക് പതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് പതിപ്പിച്ച് അവർ ശീലമായി കഴിഞ്ഞാൽ അത് ന്യൂറൽ പാത്വേ എന്ന് പറയും. നമ്മുടെ ന്യൂറോൺസ് ഉണ്ടല്ലോ, അതിൽ ന്യൂറൽ പാത്വേ ക്രിയേറ്റ് ചെയ്യാനുള്ള മിനിമം സമയം. അത് 21 ദിവസം കൊണ്ടായി എല്ലാം വിട്ടൊന്നും അങ്ങനെ പറ്റില്ല. അത് 21 ദിവസം മുതൽ 90 ദിവസം വരെ ആയിക്കഴിഞ്ഞാൽ, ഇപ്പൊ കുട്ടികൾ ഒരു 5 മണിക്ക് എഴുന്നേക്കുന്ന ഒരു ശീലം തുടങ്ങി, ഇന്ന് എഴുന്നേറ്റു, നാളെ എഴുന്നേറ്റു, മറ്റന്നാൾ, അങ്ങനെ 21 ദിവസം നമ്മൾക്ക് ഒരു സപ്പോർട്ട് കൊടുക്കും. എന്നിട്ട് അവർ കഴിഞ്ഞാൽ പിന്നെ അത് ഫോളോ ചെയ്തോളും. ഇടക്കിടക്ക് ഒന്ന് തട്ടിക്കൊടുക്കണം. അങ്ങനെ 90 ദിവസം കഴിഞ്ഞാൽ അതൊരു ശീലമായി. അപ്പൊ ഹാബിച്വൽ ചേഞ്ചസ് ആണ് വേണ്ടത്. ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുക, പഠിക്കുക. പിന്നെ ബ്രെയിനിന്റെ ഏറ്റവും നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആക്റ്റീവായിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഈ രാത്രി ഉറക്കത്തിന്റെ കാര്യം പ്രത്യേകം. അത് 10 മണിക്ക് മുതൽ 2 മണി വരെയുള്ള സമയമാണ് നമ്മൾ ഏറ്റവും റിലാക്സേഷൻ ബ്രെയിനിന് കിട്ടുക. പല കുട്ടികളും കാണിക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ രാത്രി ഇരുന്ന് പഠിക്കും, 1 മണി വരെ 2 മണി വരെ ഇരുന്ന് പഠിക്കും, അല്ലെങ്കിൽ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും, പിന്നീട് രാവിലെ എഴുന്നേൽക്കുന്നത് ലേറ്റ് ആയിട്ട്. അപ്പം അതൊക്കെ ശീലങ്ങളാണ്. അതിനെയൊക്കെ മാറ്റാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ കുട്ടികളിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവൂ. ഓക്കെ, അതാണ് 4ാമത്തെ പോയിന്റ്. 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആക്ഷൻ പ്ലാൻ ആണ്. ഒരു പദ്ധതി ഉണ്ടാവണം, ഒരു ആക്ഷൻ ഉണ്ടാവണം. ഇപ്പൊ ഇന്ന് എന്ത് ചെയ്യണം, രാവിലെ എഴുന്നേറ്റിട്ട് എന്താ ചെയ്യണ്ടേ, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തൊക്കെയാ വേണ്ടേ. ഞാനൊരു 10 വർഷം കഴിയുമ്പോൾ ഞാൻ കുട്ടികളോട് ചോദിക്കും, 10 വർഷം കഴിയുമ്പോൾ നിങ്ങളെ കാണുന്നു, നിങ്ങൾ എങ്ങനെയായിരിക്കും ഉണ്ടാവാം. അപ്പൊ ഒരു ആദ്യം കൺഫ്യൂസ്ഡ് ആവും. ഞാൻ ചോദിക്കും, നിങ്ങൾ ഏത് കാറിലാണ് വന്നേ, ഒരു പ്രൊഫഷൻ ചിലപ്പോൾ പറഞ്ഞേക്കും. എന്നിട്ട് നിങ്ങൾ വന്ന കാർ ഏതാ എന്ന് ചോദിക്കും, നിങ്ങളുടെ ഡെസിഗ്നേഷൻ എന്താ എന്ന് ചോദിക്കും, ഇപ്പൊ എവിടെയാ താമസിക്കണേ എന്ന് ചോദിക്കും, നിങ്ങളുടെ പാരന്റ്സ് ഇപ്പൊ എവിടെയുണ്ട്, നിങ്ങൾ ഇതുവരെ എത്ര രാജ്യങ്ങളിൽ പോയി, അല്ലെങ്കിൽ നിങ്ങൾ ഏതൊക്കെ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കി എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് അവരിങ്ങനെ നോക്കണേ. അപ്പൊ നമുക്കത് കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാവണം. അതാണ് ആക്ഷൻ പ്ലാൻ. ആക്ഷൻ പ്ലാൻ ഉണ്ടായിട്ട് കാര്യമില്ല, ആക്ഷൻ വേണം. ആക്ഷൻ ഇല്ലെങ്കിൽ കാര്യമില്ല. പലർക്കും ഇപ്പം ഒരുപാട് പ്ലാൻസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ഇടക്ക് വെച്ചിട്ട് ഇതെന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ പോകുന്നവരുണ്ട്. അല്ല, എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു പേഴ്സണൽ ഒരു കാര്യം പറയാം. എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടോ എന്ന് ചോദിച്ചാലേ, സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് നാൾ മുമ്പ് വരെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമോ ആഗ്രഹമോ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ചിലപ്പോൾ ചിലർക്ക് സംശയം തോന്നും, അങ്ങനെ ഉണ്ടാവുമെന്ന്. സത്യമാണ്, എവിടെയെങ്കിലും ഇന്നടുത്ത് പോകണമെന്നോ അല്ലെങ്കിൽ ഇന്നത് നേടണമെന്നോ ഒരു വ്യക്തമായ ആഗ്രഹം ഇല്ലായിരുന്നു. അങ്ങനത്തെ ഒരുപാട് പേരുണ്ട് കേട്ടോ. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോഴും വേറെ കുട്ടികളെ നന്നാക്കണം അതൊക്കെ ഉണ്ടായിരുന്നു. അവരെന്താകണം, ഇല്ല അതില്ല, അങ്ങനെയില്ല. അപ്പൊ എനിക്ക് ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇന്ന പ്രൊഫഷനിൽ പോകണമെന്നോ അല്ലെങ്കിൽ ഇവർ ഭയങ്കര അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ട്, നല്ല ഹ്യൂമൻ ബീയിങ്സ് ആയിരിക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ അവർ പഠിക്കുന്ന വാല്യൂസും കാര്യങ്ങളെല്ലാം അവരുടെ ജീവിതത്തിന് ഉപകാരപ്പെടുക, അങ്ങനെയുള്ള ഒരു ചിന്തയായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ചിന്തയാണ്. ഗുഡ് പാരന്റിങ്. ഇപ്പൊ എലിസയ്ക്ക് എന്താണ് ഇത്ര സന്തോഷം ഇപ്പോഴാ കാര്യം മനസ്സിലായത്. സാധാരണ പാരന്റ്സ് കഴിഞ്ഞാൽ, ഇപ്പൊ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ കുട്ടികളെ ബേസ് ചെയ്തിട്ട്, അതാണ് പാരൻസ് അല്ലെങ്കിൽ മുതിർന്നവർ ഹാപ്പി ആകാതിരിക്കാനുള്ള കാരണം. ചില പപ്പമാരും ഉണ്ട്, അവരായില്ലെങ്കിൽ ഭാര്യമാരെന്ത് ചെയ്യും, അമ്മമാരെന്ത് ചെയ്യും, അവർ കൂടി അങ്ങനെ ആക്കും, നിങ്ങൾക്ക് കുട്ടികളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലല്ലേ എന്ന് പറഞ്ഞിട്ട്. അതാണ് നമ്മൾ ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയും. ആ ഡിറ്റാച്ച്മെന്റ് എപ്പോൾ ഉണ്ടാകുന്നുവോ അപ്പം മാത്രമേ നല്ലൊരു മിടുക്കിയായിട്ടുള്ള മക്കളുണ്ടാവും. അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ പ്രശ്നം പറ്റി. ഇപ്പം നമ്മൾ വിഷൻ ബോർഡിൽ മറ്റൊരു പ്രധാന ഭാഗമാണ് ഈ ആഗ്രഹങ്ങൾ ലക്ഷ്യങ്ങളൊക്കെ എഴുതി ഉണ്ടാക്കിയിട്ട് അതിനെ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം എന്ന് പറയുന്നതാണ്. ഈ ഇപ്പൊ പറഞ്ഞില്ലേ 90 ആയി, 1090 days ആയി. ഇതിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഇതുപോലെ തന്നെ ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ ലോ ഓഫ് പ്യുവർ പൊട്ടൻഷ്യാലിറ്റി, എന്താണ് കോസ് ആൻഡ് എഫക്ട്, അല്ലെങ്കിൽ റിയൽ പൊട്ടൻഷ്യാലിറ്റി എന്താണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇന്റൻഷൻ ആൻഡ് ഡിസയർ, ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വരും. അപ്പൊ വിഷൻ ബോർഡ് ഉണ്ടാക്കിയത് കൊണ്ട് കാര്യമില്ല, ഒപ്പം അതിനെ ഫോളോ ചെയ്യാനായിട്ട് പറ്റണം. ആ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മൾ ഒരു ഫോളോ അപ്പ് സെഷനും ഒക്കെ ഉണ്ടെങ്കിലാണ്. അതെ. വിഷൻ ബോർഡ് എന്താണെന്നുള്ളത് ഏകദേശം ധാരണയായിരുന്നു. പിക്ചർ കൂടി കണ്ടപ്പോ എല്ലാവർക്കും ബോധ്യം. വിഷൻ ബോർഡ് എന്താണെന്ന് മനസ്സിലാകാത്തവർ ചോദിച്ചവർക്കൊക്കെ എന്താണ് വിഷൻ ബോർഡ് എന്ന് മനസ്സിലായി കാണുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അതെ. അപ്പൊ ഇത് നമ്മള് 2015 തുടങ്ങിയത്. ഇപ്പൊ 9 വർഷമായി.
ഇത്ര കോൺഫിഡൻസോട് കൂടി നിങ്ങൾ എക്സ്പെർട്ട് എന്ന് പറയാൻ കാരണം എന്താണ് എത്ര സെഷൻസ് ഒക്കെ എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് വിഷൻ ബോർഡ്സ് ഉണ്ടാക്കാനായിട്ട് എന്നെ കൊണ്ട് സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരാദ്യം ചെയ്തത് 2015 ഒരു ഓഗസ്റ്റ് മാസം 26, 27 അന്നും ഒരു ഓണത്തിന്റെ അടുത്ത ദിനങ്ങളായിരുന്നു. അതെ, അന്ന് തിരുവോണം വന്ന് 30, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ അത് ചെയ്ത 60 കുട്ടികളിൽ ഞാൻ ഈ കഴിഞ്ഞ 9 വർഷമായല്ലോ, എന്താണ് ഇവർ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ആ സ്ഥലങ്ങളിലേക്ക് ഒന്ന് യാത്ര ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് 37 കുട്ടികളും, ഞാൻ കണ്ടുപിടിക്കാൻ പറ്റിയ 37 കുട്ടികളും അന്ന് വിഷൻ ബോർഡ് ഉണ്ടാക്കിയ അതേ ഗോൾസോ സമാനമായ ചെറിയ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. ആ ലക്ഷ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ശേഷം എന്താ വടക്കേറ്റത്ത് കാസർഗോഡ് കുമ്പള എന്ന് പറഞ്ഞ സ്ഥലത്ത്, ബേള എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സെന്റ് മേരീസ് പബ്ലിക് സ്കൂളുണ്ട്. അവിടെ ഏകദേശം 110ഓളം കുട്ടികൾക്ക് ചെയ്തത്. അതെനിക്ക് ഭയങ്കര സർപ്രൈസ് ആയി, സന്തോഷമായി. ഞാനും 1-2 സുഹൃത്തുക്കളുമായിട്ട് അവിടെ ചെന്നപ്പോ ഓൺ ദ വേയില് പഴയ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ഒരു ഫാദറിനെ വിളിച്ചു, പാരന്റിനെ വിളിച്ചപ്പോൾ പറഞ്ഞു വെരി ഹാപ്പി. കാരണം വെച്ചാൽ എന്നെ വിളിച്ച് പറയാനിരിക്കായിരുന്നു, നമ്പർ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പറഞ്ഞു ഭയങ്കര സന്തോഷത്തിലാണ്, മോൾക്ക് ക്യാമ്പസ് സെലക്ഷൻ കിട്ടി, ഇപ്പോൾ അവൾ ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോവാണ് കാലിക്കറ്റ് ഒരു IT കമ്പനിയിൽ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഒരു കാര്യമുണ്ട്, എൻ്റെ മോളുടെ നമ്പർ കൂടി തന്നോട്ടെ, ഒന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ സന്തോഷം തരുമെന്ന്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ സംസാരം കേട്ടപ്പോൾ ഞാൻ വളരെ ത്രിൽഡായി. അതാണ് ഇപ്പോൾ ഇത്ര കോൺഫിഡൻസോട് കൂടി വിഷൻ ബോർഡിനെ കുറിച്ച് പറയാനും ഇത് ജീവിതത്തിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്. നമുക്കൊരു കാര്യം വേണം എന്നുണ്ടെങ്കിൽ അത് നേടിയെടുക്കാനായിട്ടുള്ള ആ ഒരു ഇത് കിട്ടാനായിട്ട് വിഷൻ ബോർഡ് വലിയ തോതിൽ സഹായിക്കുന്നുണ്ട് അല്ലേ? വിഷൻ ബോർഡ് എന്ന് പറയുന്നത് അസാധ്യ കാര്യങ്ങളിലേക്കുള്ള പാസ്പോർട്ട് എന്ന് പറയും. അസാധ്യ കാര്യങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ അതിലേക്കുള്ള പാസ്പോർട്ടാണ് വിഷൻ ബോർഡ്. അപ്പൊ നമ്മൾ വിഷൻ ബോർഡ് എന്താണെന്ന് കണ്ടു, എങ്ങനെയാണ് സെറ്റ് ചെയ്യണത് എല്ലാം നമുക്ക് കിട്ടി. ഇനി എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെ ഉള്ളവർക്ക് നമുക്കത് ചെയ്യാൻ പറ്റും? അതുകൂടി 14 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കാണ് നമ്മൾ വിഷൻ ബോർഡ് ചെയ്യിപ്പിക്കുന്നത്. അതിന് മുമ്പ് ഉണ്ടാകുന്നത് അവരുടെ അഭിനിവേശമായിരിക്കും, പാഷനായിരിക്കും മുന്നിൽ വരിക. അതുകൊണ്ടാണ് അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. അവർ പറയും ഫുട്ബോൾ പ്ലെയർ ആവണം, സിനിമാ നടനാവണം, നടിയാവണം എന്നൊക്കെ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ട്. അപ്പൊ അഭിരുചി, ആപ്റ്റിറ്റ്യൂഡ് തിരിച്ചറിയേണ്ട പ്രായം ഒരു 14 വയസ്സിന് ശേഷം ടെസ്റ്റ് ചെയ്യുക. അപ്പൊ അവര് സീരിയസ് ആയിട്ട് അതിനെ കാണും. അത് അറിയാലോ, ഏജിന്റെ ഒരു മൈൻഡ് സെറ്റ് ആവും 7 years ആൻഡ് ആഫ്റ്റർ 7 years പിന്നെ അവര് കൃത്യമായിട്ട് ചിന്തിച്ച് തുടങ്ങുന്ന ഒരു പ്രായത്തിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുക, അതിനനുസരിച്ച് ചെയ്യാന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് ഏത് പ്രായമാണ്, മുതിർന്നവർക്ക് എപ്പോ വേണം, 14 വയസ്സിന് മുകളിലോട്ട് ആർക്കും ചെയ്യാം. അതിന് 100 വയസ്സുള്ള അപ്പൂപ്പനും ചെയ്യാം. അതെ. ഇപ്പൊ നമ്മൾ 2ആയിട്ടാണ് നടത്തുന്നത്. കുട്ടികളുടെ വിഷൻ ബോർഡ് വർക്ക്ഷോപ്പ് ഉണ്ട്, അത് സെപ്പറേറ്റ് ആണ്, അവർക്ക് വേണ്ടിയിട്ടുള്ള വിഷൻ ബോർഡ്. പിന്നെ മുതിർന്നവർക്ക് വേണ്ടിയിട്ട് ഉള്ള. അപ്പൊ ഇത് Zoom ആണ് പ്ലാറ്റ്ഫോം, ഓൺലൈൻ തന്നെ. ഓഫ്ലൈനും ഉണ്ട്, ഹാപ്പിനെസ് വില്ലേജിൽ മൂന്നാറിൽ വെച്ചിട്ടാണ്. ടൈമിംഗ് ഒക്കെയോ? അത് മോർണിംഗ് ആകുമ്പോഴേക്കും 5:20 വരുന്നത്. 5:20 തൊട്ട് 6:30 വരെയുള്ള സെഷൻസാണ് ചെയ്യണേ. കുട്ടികൾക്കാവുമ്പോൾ ആദ്യം അവർ അതിലേക്ക് വരുന്നതിന് വൈകിട്ടാണ് സെഷൻ. അത് 7:45 PM to 9:30. അവർ അതിനുശേഷം അവർ കൃത്യമായിട്ടൊരു ഹാബിച്വൽ ചേഞ്ചസ് ഒക്കെ കൊടുക്കും. അവർ പിന്നെ നേരെ പഠിക്കുന്ന സമയമൊക്കെ കൃത്യമാകും. അവർ ഉറങ്ങാൻ പോകും. നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ കൊടുക്കണം. അങ്ങനെ വളരെ കൂളാക്കി അവരെ ഇരുത്തി റിലാക്സ്ഡ് ആയിട്ട് ഒരു 2-3 days കഴിയുമ്പോൾ തന്നെ പാരന്റ്സിന് മനസ്സിലാവും ഇവനിലൊരു ചേഞ്ച് ഉണ്ടല്ലോ, ഇവനിലൊരു ചേഞ്ച് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഇപ്പൊ ഏകദേശം വിഷൻ ബോർഡ് എന്താണെന്നും എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് കേൾക്കുമ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക അതിനകത്ത്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യണവർക്കോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പൊ പുതിയ ഇതുപോലെയുള്ള കാര്യങ്ങൾ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന വിശേഷങ്ങളായിട്ടൊക്കെ നമുക്ക് ഇനിയും കാണാം. ഒരുപാട് സന്തോഷം നമ്മളുടെ ചാനലിൽ വന്നതിനും ഈ ഒരു വലിയൊരു ഇൻഫർമേഷൻ ഈ ലോകത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു തന്നതിനും താങ്ക് യു സോ മച്ച്. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾ വീണ്ടും എന്നെ വിളിച്ചതിന്, ഇത് മറ്റുള്ളവരോട് പറയാനായിട്ട് എന്നെ കൊണ്ട് സാധിച്ചതിന് സർവേശ്വരനോടും എലിസയോടും ഡോർഫിനോടുമുള്ള നന്ദി സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് തീർച്ചയായിട്ടും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ച അല്ലെങ്കിൽ നമ്മുടെ വിഷൻ ബോർഡ് എങ്ങനെ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ വിഷൻ ബോർഡൊക്കെയാണ് സാക്ഷാത്കരിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഹാപ്പിനെസ് വില്ലേജ്. അപ്പോൾ അതൊക്കെ എങ്ങനെ സാക്ഷാത്കരിച്ചു എന്ന് പറഞ്ഞു തരുന്നതിൽ എനിക്കൊരു വിഷമമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിയും കാണാം. നന്ദി, നമസ്കാരം.